കേരളത്തിന്റെ MVD ആണോ അല്ലെങ്കിൽ കേരള പോലീസാണോ സോഫ്റ്റ്? എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഇന്ന ആളുകൾ മോശമാണെന്നോ മറ്റാൾക്കാർ ഭയങ്കര ഹെവി ടോപ്പാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യത്തിൽ പവർ അല്ലെങ്കിൽ കുറെ കൂടി ന്യായം, നീതി, കുറച്ചുകൂടി ഉത്തരവാദിത്വം ആ രീതിയിലൊക്കെ നിൽക്കുന്ന സത്യമായിട്ടും MVD അല്ലേ? സത്യമായിട്ടും അങ്ങനെയല്ലേ? അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം അതിപ്പം ഈ സഞ്ജു ടെക്കിന്റെ വിഷയത്തിൽ മാത്രമൊന്നല്ല, മുമ്പ് ഈ ബുൾജെറ്റ് ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ തോന്നുന്ന ഒരു തരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. എന്തായാലും നിയമം ലംഘിക്കുന്ന ആളുകൾക്കെതിരെ പണി വേണം, ഉറപ്പാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് ഓവറാണെന്ന് എനിക്കാരും പറയാനുള്ളൂ. ഈ ലൈസൻസ് ആജീവനാന്തമായിട്ട് കട്ട് ചെയ്യലും അല്ലെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ കുറച്ച് ഭാഗമെങ്കിലും കണ്ടുകെട്ടലും യൂട്യൂബിന് വരെ, അതൊക്കെ എന്തോ ഒരു തരം ഒരു ഭയങ്കര ഒരു വൈരാഗ്യ ബുദ്ധി ആണോ എന്നൊരു സംശയം എനിക്കില്ലാണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം അമ്മാവൻവൽക്കരണം ഈ രീതിയിൽ ഭയങ്കര ശാഠ്യത്വം, ഭയങ്കര എന്താ പറയാ, ഭയങ്കര നിബന്ധന, അത് നിയമം ആകുമ്പോ അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും അത് ഓവറല്ലേ? അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല അവിടെ സത്യത്തില്. അല്ലെങ്കിൽ ഇത്ര വലിയ ഭീമമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ഒക്കെ ആരെങ്കിലും ഇടിച്ചു കൊന്ന് വണ്ടി നിർത്താതെ പോവുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ സമൂഹത്തിൽ. പക്ഷെ അവർക്കെതിരെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ ഏതായാലും വിഷയം അതല്ല. പക്ഷെ ഈ MVD അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ഒരു എന്താ പറയാ, അവരുടെ എന്താ പറയുക അഗ്രസീവ്നെസ്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ നീതിബോധം നല്ല തന്നെയാണ്. അത് വേണം, ആവശ്യത്തിനൊക്കെ അതെറ്റും നല്ലതാണ്. പക്ഷെ ആ രീതിയിലുള്ള ഒരു ബോധം നമ്മുടെ കേരള പോലീസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടതായിരിക്കും കേരളം. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണങ്ങൾ അതിനുണ്ട്. ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ കേരള പോലീസ് ഈ പാവപ്പെട്ട ആളുകൾ വണ്ടിമേലൊക്കെ പോകുമ്പം കൈ കൊണ്ട് ഇങ്ങനെ കൈ കാണിച്ചതിന്റെ ഹെൽമെറ്റ് അതല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ പാവപ്പെട്ട ആളുകളൊക്കെ പിഴിഞ്ഞുണ്ടാക്കി അതൊരു പരിവാക്കല് സ്വഭാവം കേരള പോലീസിന് പൊതുവെ ഉള്ളതാണ്. ഇനി അതൊന്നല്ലാതെ വേറെ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള ഈ വണ്ടി ഹെൽമെറ്റ് പിടുത്തം അല്ലെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് ശ്രദ്ധിക്കൽ കാര്യങ്ങളൊക്കെ അത് പോലീസുകാരുടെ പരിപാടി അല്ലല്ലോ, അത് ട്രാഫിക്, അത് ആ ഒരു വിഭാഗത്തിലുള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങളിലൊക്കെ സ്വമേധയാ കേരളത്തിലെ പോലീസുകാർക്ക് കേസ് എടുക്കാം. പക്ഷെ അവരത് ചെയ്യുന്നില്ല. ഇവിടെ ഈ യൂട്യൂബിലൊക്കെ ഒന്നിരുന്നുകൊണ്ട് വർഗീയത പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ കണ്ടമാണ്, അനവധി അക്കൗണ്ടുകൾ യൂട്യൂബിൽ ഒന്നിരുന്ന് കണ്ട് ഈ വർഗീയത വാരി വിതറി. അതിപ്പോ ഉദാഹരണം പറയാൻ സുഡാപ്പിയായാലും സംഖ്യ ആണെങ്കിലും ക്രിസംഖ്യ ആണെങ്കിലും എല്ലാവരും ആ കാര്യത്തിൽ ഒന്നിനൊന്നും മെച്ചാണ്, മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ. പക്ഷെ ഈ സംഖ്യകൾക്കെതിരെ സംഖ്യകളായിട്ടുള്ള തന്നെ മെയിൻ ആയിട്ടുള്ള കുറെ ചാനലുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മറുനാടൻ ചാനൽ, കർമ്മ ന്യൂസ്, പിന്നെന്തൊക്കെ കുറെ ചാനലുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതിക്ക് സ്വമേധയാ കേസ് എടുക്കാൻ കേരള പോലീസിന് പറ്റുന്നില്ല. ഏതെങ്കിലും പാവപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം പൊങ്ങി അങ്ങോട്ട് വരും. അല്ലാതെ കുറച്ച് പവറും പ്രശസ്തിയൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അത് എന്താണെന്നറിയില്ല കേരള പോലീസ് ഇങ്ങനെ. പിന്നെ വേറെ മേഖല നോക്കുകയാണെന്നില്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസും കേരളത്തിലുള്ള പോലീസാണ്. അതൊരു വേറൊരു വാസ്തവപ്പെട്ടുള്ള ഒരു കാര്യം. കാരണം അത് എങ്ങനെ മികച്ചതാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പോലീസൊക്കെ ഈ ഹെൽമറ്റ് അതല്ലെങ്കിൽ പെറ്റി കേസുകൾ കാര്യങ്ങൾ ഇതൊന്നും അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ല. അപ്പം കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ ചെറിയ കേസുകളൊക്കെ കൂടി പൊക്കി അതൊക്കെ ഓരോ കേസായിട്ട് അല്ലെങ്കിൽ ഇവര് ഫയൽ ചെയ്യും. അങ്ങനെയാണ് കേരളത്തിലെ പോലീസുകാര് നമ്പർ 1 ആയിട്ടും കേരളത്തിലെ ഇന്ത്യ തന്നെ മികച്ച പോലീസായിട്ടും നിൽക്കുന്നത്. സത്യത്തിൽ ഈ MVD-ക്കാരുടെ ഇത്തിരി ഉത്തരവാദിത്വം കൂടെ ഈ കേരള പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്നുകൊണ്ട് വർഗീയത കമന്റ് ഇടുന്നതും അല്ലെങ്കിൽ ഈ ബുള്ളിങ് ചെയ്യുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ മനിയാന്നിപ്പോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തൊരു കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഏറ്റവും ഉത്തരവാദിത്വം അതല്ലെങ്കിൽ അവരുടെ കടമയാണ്, ഈ പോലീസുകാരുടെ കടമ കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അതവർ ശ്രദ്ധിച്ചിട്ട് കാണുന്നില്ലടാ. ഭയങ്കര പോരായ്മ അതല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ എന്നാലും എന്താണെന്നറിയോ, ഈ MVD-ക്കാര് ചെയ്തത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വേണം ആവശ്യത്തിനൊക്കെ. അതേപോലുള്ള ഒരു ചിന്ത നമ്മുടെ കേരള പോലീസിന് ഉണ്ടാവണം. ഇപ്പം എന്തും ചെയ്യാം, എന്തും പറയാം, എങ്ങനെ വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം, ഏത് വിഷയത്തിനെ കുറിച്ചാലും പ്രശ്നമില്ല. വർഗീയതായാലും ശരി, മതത്തിന് എന്താ പറയാ, ഒരു മതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റു മതങ്ങളെ ആക്ഷേപിച്ചാലും ശരി, ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കേസാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ആളുകൾ പോലീസുകാരാണ്. പക്ഷെ പോലീസുകാർ ആ പണി എടുക്കുന്നില്ല. ഈ പോലീസുകാരുടെ സ്ഥാനത്ത് MVD-ന്റെ ആളുകളെ കാണുന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ വന്ന് ഈ യൂട്യൂബിൽ വന്നിരുന്ന് കണ്ട് ഇങ്ങനെ കൊണ പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഈ അരി മേടിക്കേണ്ട അവസ്ഥ ഒന്നും ആരും സ്വമേധയ ഉണ്ടാക്കി എടുക്കൂലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഈ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും കേരള പോലീസിന് കേരള MVD-ന്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതാണ് വാസ്തവം. അല്ലെങ്കിൽ ഈ പോലീസുകാരെ കോമഡി പീസാണെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ അവർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കണ്ണടിച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.